ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ ചാനൽ തക്കൂസ് കിച്ചണിലത്തെ ഏറ്റവും ഫസ്റ്റ് ഫുഡ് വീഡിയോ ആണ്, നമ്മുടെ ഫുഡ് മേക്കിങ്ങിൻ്റെ. സോ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള പിടിയും കോഴിയാണ്. നമ്മുടെ നാട് പാലക്കാടാണെങ്കിലും പാലക്കാട് ഇത് റയറായിട്ട് ഉണ്ടാക്കുന്നതാണ്. അധികവും കോട്ടയം, എറണാകുളം അങ്ങനെ ആ ഒരു ഏരിയയിലാണ് ഇത് അധികം ഉണ്ടാക്കുക. ഈസ്റ്ററിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ജീരകം, വെളുത്തുള്ളി, അതേപോലെ ചെറിയ ഉള്ളി. ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേരുവയായിട്ട് ചേർക്കുന്നത്. ഇത് മൂന്നും നന്നായിട്ട് ചതച്ചെടുക്കണം. നന്നായിട്ട് ഇത് ചതച്ചെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക അധികം വറുത്ത അരിപ്പൊടിയാണ്, നോർമൽ നൈസായിട്ടുള്ള അരിപ്പൊടി. അപ്പോൾ ഈ വറുത്ത അരിപ്പൊടി അതിൽ ഉപ്പും ചേർത്ത് നമ്മൾ ചിരകിയ തേങ്ങയും ഇടും. എന്നിട്ട് നന്നായിട്ട് ആദ്യം പൊടി മിക്സ് ചെയ്യും. പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കുറച്ച് തിളച്ച ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ പകുതി പോർഷൻ ഇതിലേക്ക് ഒഴിക്കും, അതായത് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. കാരണം ആ ഒരു പൊടി എസൻസ്, ഇതിൻ്റെ ആ ഒരു ഉള്ളിയുടെ എസൻസ്, ജീരകത്തിൻ്റെ എസൻസ് എല്ലാം പൊടിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നല്ല തിളച്ച ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതിലൊഴിച്ച് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിൽ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പും ഇതിൽ ആഡ് ചെയ്യണം. അത് നമ്മുടെ ക്ലിപ്പിൽ കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി പൊടിയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതപ്പോൾ നമ്മളൊന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ, നമ്മൾ എടുക്കുന്ന ഉരുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ വേണ്ട വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂട് പാകമാകുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പാകമായ നമ്മൾ കുഞ്ഞു ബോൾസ്, നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന മാതിരി ചെറിയ ചെറിയ ബോൾസായിട്ട് അതിനെ ഉരുട്ടി എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഫുഡല്ലേ, ഫുഡിന് നമ്മളെല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മളിരുന്ന് അത് സമാധാനത്തോടെ എല്ലാം ഒരു സെയിം സൈസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് പാകമായിട്ട് കിട്ടാനും ഒരേപോലെ പാകമായിട്ട് കിട്ടാനും പറ്റും. ഇങ്ങനെ ഇത് ഉരുട്ടിയെടുത്തതിന് ശേഷം നേരത്തെ ഒരു ഹാഫ് വെച്ചായിരുന്നു നമ്മുടെ വെളുത്തുള്ളി, ഉള്ളി, ജീരകത്തിൻ്റെ വെള്ളവും ഒഴിച്ച് എക്സ്ട്രാ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിലേക്ക്, നമ്മൾ ഈ ബോയിൽഡ് ആയിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈ ബോൾസ് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തിള വരുന്ന സമയത്ത് ഇടണം. തിള ഇല്ലാത്ത സമയത്ത്, അതായത് വാട്ടർ ബോയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ഈ ബോൾസ് എല്ലാം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ക്രാക്കായിട്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഇത് നല്ല തിള വന്നതിന് ശേഷം മാത്രം ബോൾസ് ഇടുക. പെട്ടെന്ന് തന്നെ ഇളക്കാതിരിക്കുക. ഒന്ന് തിള പിടിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെള്ളം കയറിയതിന് ശേഷം ഇളക്കുക. പിന്നെ അതിലേക്ക് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം നമ്മൾ ചേർക്കേണ്ടത്. ചിലവർ അതിന് പകരം 2ാം പാലിന് പകരം അരിപ്പൊടി കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിക്കും. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 2ാം പാല് ചേർക്കുന്നുണ്ട്. പിന്നെ അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 1ാം പാലും ചേർക്കുക. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്, അതായത് ഹീറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അത് നല്ല ഒരു ടേസ്റ്റി ഡിഷായിട്ട് നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിടിയിൽ ഇത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബോൾസ് ഒന്ന് ബോയിലായി കിട്ടുന്ന ഒരു ടൈം, അതായത് ഒന്ന് വെന്ത് കിട്ടുന്ന ടൈം മാത്രമേ ഇതിലുള്ളൂ. അത് കഴിഞ്ഞാൽ 2ാം പാൽ ഒഴിക്കുക, തിള വരും. അപ്പോൾ തന്നെ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിടി ഇവിടെ റെഡിയാണ്. ഇത് കഴിക്കാൻ ഏറ്റവും ബെറ്റർ ചിക്കൻ കറിയാണ്, നല്ല നാടൻ കോഴിക്കറി. അതും കൂട്ടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് പിടിയും കോഴി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.